ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫണ്ട് ഫ്ലോ അനാലിസിസിൻ്റെ ഒരു പ്രോബ്ലമാണ്. അതായത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷൻ ഒരു കംപ്ലീറ്റ് പ്രിപ്പറേഷനാണ്. അതായത് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്യണം, അതിനുശേഷം വർക്കിങ്സ് എല്ലാം ചെയ്തതിന് ശേഷം ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക. അങ്ങനെ ഒരു പ്രോബ്ലമാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. 2 വർഷത്തെ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്, കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യനിൽ ബിസിനസ്സിൻ്റെ ഇയർ എൻഡിങ് എന്ന് പറയുന്നത് 31st December ആണ്. പിന്നീട് കംപ്ലീറ്റ് ബാലൻസ് ഷീറ്റാണ്, ഒരു ഫുൾ ഫ്ലെജ്ഡ് ബാലൻസ് ഷീറ്റാണ്. യു ആർ ആസ്ക്ഡ് ടു പ്രിപ്പയർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് സോഴ്സസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ഒന്നും ചോദിച്ചിട്ടില്ല, പക്ഷേ അത് നമ്മൾ സ്വന്തമായിട്ട് വർക്കിംഗ് ആയിട്ട് ചെയ്തേ പറ്റൂ, എങ്കിലേ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ ലയബിലിറ്റീസ് ഓപ്പണിംഗ് ക്ലോസിങ്ങും ഉണ്ട്, അസറ്റ് സൈഡിലും ഓപ്പണിംഗ് ക്ലോസിങ് ഇൻഫർമേഷനും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നോൺ കറണ്ട് ഐറ്റംസും ഉണ്ട്, കറണ്ട് ഐറ്റംസും ഉണ്ട്. എല്ലാ ഷെയർ ക്യാപിറ്റൽ ഓപ്പണിംഗ് ക്ലോസിംഗ് തന്നിട്ടുണ്ട്, ജനറൽ റിസർവ് ഓപ്പണിംഗ് ക്ലോസിംഗ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ബാലൻസ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ്, ബാങ്ക് ലോൺ ഷോർട്ട് ടേം ബാങ്ക് ലോൺ എന്നാണ് പറയുന്നത്. അത് ഓപ്പണിംഗ് ഡേറ്റിലേ ഉള്ളൂ, ക്ലോസിംഗ് ഡേറ്റിലൊന്നും തന്നെ ഇല്ല. ദെൻ സൺട്രി ക്രെഡിറ്റേഴ്സ് ഓപ്പണിംഗ് ഡേറ്റ്, ക്ലോസിംഗ് ഡേറ്റ്, പ്രൊവിഷൻ ഫോർ ടാക്സ് 30,000 35,000 ഓപ്പണിംഗും ക്ലോസിംഗും തന്നിട്ടുണ്ട്. അസറ്റ് സൈഡിൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് opening closing is there, then plant and machinery, stock, debtors, cash, bank balance opening date ഒന്നുമില്ല, closing date amount ഉള്ളൂ. പിന്നീട് അഡീഷണൽ ഇൻഫർമേഷനിൽ ഡിപ്രിസിയേഷൻ വാസ് റിട്ടൺ ഓഫ് ഫോർ ദി പ്ലാൻ ഫോർ ₹15,000. 15,000 സീറോസ് ഇവിടെ വന്ന് കിടക്കുവാണ്. അപ്പോൾ 2017 നമ്മുടെ ഇയർ, കറണ്ട് ഇയർ. അപ്പോൾ കറണ്ട് ഇയറിലെ ഡിപ്രിസിയേഷൻ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനൊന്നും നിൽക്കണ്ട. പിന്നീട് ഡിവിഡൻഡ് പേയ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഡിവിഡൻഡ് പെയ്ഡ് വാസ് ₹22,000. പിന്നീട് ഇൻകം ടാക്സ് പ്രൊവിഷനാണ്, പേയ്മെൻ്റ് അല്ല പറയുന്നത്. ഇൻകം ടാക്സ് പ്രൊവിഷൻ മെയ്ഡ് ഫോർ ദി കറണ്ട് ഇയർ വാസ് ₹30,000. ദെൻ പീസ് ഓഫ് ലാൻഡ് വാസ് സോൾഡ്, ലാൻഡ് വിറ്റിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് വേണ്ടത് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലാണ്. ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വർക്കിങ്ങിൻ്റെ ആവശ്യമില്ല. എന്ത് മാത്രം മതി? തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റിൽ നിന്ന് കറണ്ട് അസറ്റ്സിനെയും കറണ്ട് ലയബിലിറ്റീസിനെയും ഐഡൻറ്റിഫൈ ചെയ്യുക. അത് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഷെഡ്യൂൾ ചെയ്തു തുടങ്ങാം. അതിന് വേണ്ടുന്ന ഇൻഫർമേഷൻ നോക്കാം. ലയബിലിറ്റീസ് സൈഡിൽ നിന്ന് നമുക്ക് വേണ്ടത് ഏതൊക്കെയാണ്? കറണ്ട് ലയബിലിറ്റീസ് മാത്രമാണ് ഷെയർ ക്യാപിറ്റൽ വേണ്ട, ജനറൽ റിസർവ് വേണ്ട, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് യൂസ് ചെയ്യില്ല, ബാങ്ക് ലോൺ ഷോർട്ട് ടേം ആയിട്ട് യൂസ് ചെയ്യാം. ബാങ്ക് ലോൺ ഇസ് എ കറണ്ട് ലയബിലിറ്റി, സൺട്രി ക്രെഡിറ്റർ ഇസ് എ കറണ്ട് ലയബിലിറ്റി, പ്രൊവിഷൻ ഫോർ ടാക്സ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോൺ കറണ്ട് ലയബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യാനാണ് തീരുമാനിച്ചത്. അപ്പോൾ 2 കറണ്ട് ലയബിലിറ്റി. അസറ്റ് നോക്കിയാൽ കറണ്ട് അസറ്റ് ഏതൊക്കെയുണ്ട്? ലാൻഡ് ആൻഡ് ബിൽഡിംഗ് പറ്റില്ല, പ്ലാന്റ് പറ്റില്ല, സ്റ്റോക്ക് ഇസ് എ കറണ്ട് അസറ്റ്, ഡെറ്റ്, ക്യാഷ്, ബാങ്ക്. അപ്പോൾ 4 കറണ്ട് അസറ്റും 2 കറണ്ട് ലയബിലിറ്റിയും. നമുക്ക് ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യാം. ഷെഡ്യൂളിൻ്റെ ഫോമാറ്റൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് അതിന് ഹെഡിങ് കൊടുക്കുക, ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ, ദെൻ 1 പെർട്ടിക്കുലർ കോളം, ദെൻ പ്രീവിയസ് ഇയർ കോളം, ദെൻ കറണ്ട് ഇയർ കോളം, ദെൻ കോളം ഷോയിങ് ഇഫക്റ്റ് ഓൺ വർക്കിംഗ് ക്യാപിറ്റൽ. ഇറ്റ് ക്യാൻ ബി ഈദർ ഇൻക്രീസ് ഓർ ഡിക്രീസ്. അപ്പോൾ ഇത്രയും കോളംസ് പ്രൊവൈഡ് ചെയ്യുക. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കറണ്ട് അസറ്റ് ആദ്യത്തെ 4 എണ്ണം ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്തല്ലോ. ഫസ്റ്റ് വൺ ഇസ് ക്യാഷ്. ക്യാഷിൻ്റെ നമ്മുടെ ബാലൻസ് ഷീറ്റ് തന്നിരിക്കുന്നത് 2016 ഫിഗർ 6,000, 2017 ഫിഗർ 800. അപ്പോൾ 6,000 നിന്ന് 800 കുറഞ്ഞു. സോ ഹൗ മച്ച് ഡിക്രീസ് ഈസ് ദർ? 5,200. കറണ്ട് അസറ്റ് ഡിക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കും? വർക്കിംഗ് ക്യാപിറ്റലും ഡിക്രീസ് ചെയ്യും. കാരണം പോസിറ്റീവ് റിലേഷൻഷിപ്പ് അല്ലേ കറണ്ട് അസറ്റും വർക്കിംഗ് ക്യാപിറ്റലും തമ്മിൽ. ഇറ്റ് ഷുഡ് ബി റിട്ടേൺ ഇൻ ഡിക്രീസ് കോളം. ഇനി അടുത്ത ഡെറ്റേഴ്സ്. ഓപ്പണിംഗ് ഡേറ്റിൽ 90,000, ക്ലോസിംഗിലായപ്പം 69,900. ഇവിടെയും കുറഞ്ഞു. കറണ്ട് അസറ്റ് ഡിക്രീസ്ഡ്, അതായത് ഡിഫറൻസ് എടുക്കുമ്പോൾ 20,100 വരും. അപ്പോൾ കറണ്ട് അസറ്റ് ഡിക്രീസ് ചെയ്താൽ വർക്കിംഗ് ക്യാപിറ്റലും ഡിക്രീസ് ചെയ്യും. സോ ഇറ്റ് ഷുഡ് ബി റെക്കോർഡഡ് ഇൻ ഡിക്രീസ് കോളം. നെക്സ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്ന ഓപ്പണിംഗ് ഡേറ്റിൽ 1,10,000, ക്ലോസിംഗ് ആയപ്പം 79,000. ഇവിടെയും ഡിക്രീസ് ആണ്. ഡിഫറൻസ് എന്ന് പറയുന്നത് ₹31,000 ആണ്. വെൻ കറണ്ട് അസറ്റ് ഡിക്രീസസ്, വർക്കിംഗ് ക്യാപിറ്റൽ ഓൾസോ ഡിക്രീസസ്. സോ ഡിക്രീസ് കോളത്തിൽ 31,000 റെക്കോർഡ് ചെയ്ത്. ഇനി ഒരു അസറ്റും കൂടെ ഉണ്ട്, ബാങ്ക് ഓപ്പണിംഗ് ഡേറ്റിൽ നമ്മുടെ കയ്യിൽ ബാങ്ക് ബാലൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ക്ലോസിംഗ് ഡേറ്റ് ആയപ്പോൾ എത്ര രൂപ വന്നു? 8,000. സോ ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലും ഇൻക്രീസ് ചെയ്യും. സോ ഇറ്റ് ഇസ് 8,000. ഓക്കെ, ഇതിന് ശേഷം ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് കോളം ഒന്നും ചെയ്യാൻ പാടില്ല. നമ്മുടെ ഇയർ കോളം, അത് 2016-ലെയും 2017-ലെയും കറണ്ട് അസറ്റിനെ ടോട്ടൽ ചെയ്തെടുക്കുക.
2016 കറണ്ട് അസറ്റ് എല്ലാം കൂടെ ടോട്ടൽ ചെയ്തപ്പം 2,06,000 17 കറണ്ട് അസറ്റ്സ് ടോട്ടൽ ചെയ്തപ്പം 1,57,700 കിട്ടി. ഇനി അടുത്തത് കറണ്ട് ലയബിലിറ്റീസ് റെക്കോർഡ് ചെയ്യുക. കറണ്ട് ലയബിലിറ്റി ആകെപ്പാടെ രണ്ടെണ്ണേ ഉള്ളൂ, ബാങ്ക് ലോണും സൺട്രി ക്രെഡിറ്റേഴ്സും. ബാങ്ക് ലോൺ എന്ന് പറയുന്നത് ഷോർട്ട് ടേം ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എഴുതിയത്. ഓക്കെ, ഓപ്പണിംഗ് ഡേറ്റിൽ 80,000 ലോൺ ഉണ്ടായിരുന്നു, പക്ഷേ ക്ലോസിംഗ് ഡേറ്റിലായപ്പം ആ ലോൺ ഇല്ല. ദാറ്റ് മീൻസ് നമ്മൾ റീപേ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണ്? കറണ്ട് ലയബിലിറ്റി ഡിക്രീസസ്. 80,000 നിന്നും 0 ആയി, നില്ല എന്ന് പറഞ്ഞാൽ 0 ആയെന്നാണ് മീനിങ്. സോ കറണ്ട് ലയബിലിറ്റി ഡിക്രീസസ്. വെൻ കറണ്ട് ലയബിലിറ്റി ഡിക്രീസസ് വർക്കിംഗ് ക്യാപിറ്റൽ, അതല്ലേ റൂള്. കറണ്ട് ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുമ്പം വർക്കിംഗ് ക്യാപിറ്റൽ ഡിക്രീസസ്. കറണ്ട് ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുമ്പം വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസസ്. ദാറ്റ് ഈസ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്. കറണ്ട് ലയബിലിറ്റി ഡിക്രീസ് ചെയ്തു, വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തു. സോ that 80,000 should be recorded in increase column. Okay, ഇനി അടുത്ത സൺട്രി ക്രെഡിറ്റേഴ്സ്. 1,60,000 ആയിരുന്നു ഓപ്പണിങ്ങിൽ, ക്ലോസിംഗ് ആയപ്പം 1,40,200 ആയി. ഇവിടെ എന്ത് സംഭവിച്ചു? കറണ്ട് ലയബിലിറ്റി ഡിക്രീസ് ചെയ്തു. എത്ര രൂപയുടെ ഡിക്രീസാണ് ഇത്? നമ്മളുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 19,800. വെൻ കറണ്ട് ലയബിലിറ്റി ഡിക്രീസസ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസസ്. അങ്ങനെ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തു. എത്ര? 19,800. ബാങ്ക് ലോൺ എന്ന് പറയുന്നത് 80,000 ആയിരുന്നു, അത് ക്ലോസിംഗ് ആയപ്പോൾ ഇല്ലാതായി. അതായത് കറണ്ട് ലയബിലിറ്റി ഡിക്രീസ് ചെയ്തു. കറണ്ട് ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യും. ഇവിടെയും കറണ്ട് ലയബിലിറ്റി ഡിക്രീസ് ചെയ്തു. കറണ്ട് ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തു. അതാണ് 19,800 ഈ കോളത്തിൽ എഴുതിയത്. ഇതിന് ശേഷം കറണ്ട് ലയബിലിറ്റി ടോട്ടൽ ചെയ്യുക. 2016 17 ടോട്ടൽ ചെയ്യുമ്പോൾ 16 2,40,000, 17 1,40,200. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക. ഇൻക്രീസ് ഡിക്രീസ് കോളം ഒന്നും ചെയ്യൽ ലീവ് ആസ് ഇറ്റ് ഈസ്. ഓക്കെ, ഇനി വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക. വർക്കിംഗ് ക്യാപിറ്റൽ എങ്ങനെയാണ്? കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. ആദ്യം 2016 കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് 2,06,000 മൈനസ് 2,40,000. അത് നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റലാണ്, കാരണം കറണ്ട് അസറ്റിനെക്കാട്ടി കൂടുതലാണ് കറണ്ട് ലയബിലിറ്റി. സോ വി ഗോട്ട് നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ മൈനസ് 34,000. അപ്പോൾ അത് മറന്നുപോലെ ഇത് നെഗറ്റീവാണ്. അടുത്തത് 2017 1,57,700 മൈനസ് 1,40,200, ദാറ്റ് ഇസ് 17,500. ഇനി നമുക്ക് നോക്കാം ഇവിടെ എന്താണ് സംഭവിച്ചിരുന്നത്. ഓപ്പണിങ്ങിൽ നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റലായിരുന്നു, ക്ലോസിംഗ് ആയപ്പോഴോ നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ എല്ലാം മാറി നമുക്ക് എന്തായി? പോസിറ്റീവ് വർക്കിംഗ് ക്യാപിറ്റലായി. അതായത് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? നെറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. എത്ര രൂപയും കൂടെ അധികം കയറി വന്നാലേ 17,500 പോസിറ്റീവിലെത്താൻ പറ്റൂ? ഇതിനെ ആഡ് ചെയ്തെടുത്താൽ മതി. അതായത് 15,500 റുപ്പീസും കൂടെ കയറി വന്നു. എപ്പോഴേ നമുക്ക് എന്തായുള്ള ഈ നെഗറ്റീവിനെ എന്താക്കാൻ പറ്റി? പോസിറ്റീവ് 17,500 ആക്കാൻ പറ്റി. സോ നെറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ 51,500. കാരണം ഇതാണ് ഗ്രേറ്റർ ഫിഗർ. നെഗറ്റീവ് എന്ന് പറയുന്നത് 7,500-നേക്കാൾ ലെസർ എമൗണ്ട് അല്ലേ, നെഗറ്റീവ് 34,000. അപ്പോൾ ഗ്രേറ്റർ ഫിഗർ രണ്ടിടത്ത് എഴുതി. ഡിഫറൻസ് എന്ന് പറയുന്നത് ഇത് തമ്മിൽ കൂട്ടിയെടുക്കുമ്പോഴാണ് ഇവിടെ ഡിഫറൻസ് വരുന്നത്, കാരണം നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ ആയതുകൊണ്ടാണ്. സോ ഈ കോളം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഇൻക്രീസ് ഓർ ഡിക്രീസ് കോളം ഫില്ല് ചെയ്യാൻ പോവാം. ഇൻക്രീസ് ഓർ ഡിക്രീസ് കോളത്തിൽ നമ്മൾ ഇതുവരെ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഇൻക്രീസ് കോളത്തിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഫിഗേഴ്സ് ഇതൊക്കെയാണ്. 8,000, 80,000, 19,800. വേറെ ഒന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല. ഡിക്രീസ് കോളത്തിൽ ഇതാണ്ട് ഈ 3 ഫിഗേഴ്സാണ്. 5,200, 20,100, 31,000. അപ്പോൾ ഇത് രണ്ടിനെയും ടോട്ടൽ ചെയ്യുക. ഇൻക്രീസ് എല്ലാം കൂടെ ടോട്ടൽ ചെയ്യുമ്പോഴത്തേക്കും 1,07,800 കിട്ടും. ഡിക്രീസിൻ്റെ ടോട്ടൽ നിങ്ങൾ ടോട്ടൽ ചെയ്ത് നോക്കുമ്പോൾ 56,300 കിട്ടും. അപ്പോൾ ഏതാണ് ഗ്രേറ്റർ? ഇൻക്രീസ് ടോട്ടൽ അല്ലേ കൂടി കിടക്കുന്നത്. അതായത് 1,07,800. രണ്ട് സൈഡിലും 1,07,800 എഴുതി. ഇനി ഈ സൈഡും അത്ര ആക്കി എടുക്കണ്ടേ. അപ്പോൾ എന്ത് ചെയ്യണം? 1,07,800 നിന്നും ഇവിടുത്തെ ടോട്ടൽ മൈനസ് ചെയ്യുക. അതായത് 56,300. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 51,500. അത് തന്നെയല്ലേ ഇവിടെയും. സോ ആൻസർ ഇസ് കറക്റ്റ്. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഫിനിഷ് ചെയ്തു. അപ്പോൾ ആൻസർ എന്താണ്? ഇതിൻ്റെ നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് വി ഗോട്ട് നെറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. എത്ര രൂപ? 15,500. സോ ദിസ് ഇസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്. അത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ആപ്ലിക്കേഷൻ സൈഡിൽ എഴുതാനുള്ളതാണ് ഈ 51,500. ഒരു ഐറ്റം കിട്ടിയുള്ളൂ. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരേ ഒരു ഐറ്റം കിട്ടി. ഇനി ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ചെയ്യണം. ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ എല്ലാ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും ആഡ് ചെയ്യേണ്ടി വരും. നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ മൈനസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഐറ്റം ഒക്കെ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക, അതിൻ്റെ വർക്കിംഗ് ചെയ്യുക. പിന്നീട് ചെയ്യേണ്ടത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും എല്ലാം
ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി തന്നിട്ടില്ലെങ്കിൽ അതിനെ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കിത് രണ്ടും കൂടെ ഇനി ഫണ്ട് ഫ്രം ഓപ്പറേഷനും ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും കംപ്ലീറ്റ് ചെയ്യാനുള്ള വർക്കിങ്സ് എല്ലാം തീർക്കാം. ഓക്കെ, വർക്കിങ്സ് ഫണ്ട് ഫ്രം ഓപ്പറേഷന് വേണ്ടുന്ന വർക്കിംഗ് എന്ന് പറയുന്നത് ഒന്ന് ഡിപ്രിസിയേഷൻ, പിന്നീട് ഏതെങ്കിലും സെയിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റ് ഓർ ലോസ്, പിന്നീട് ടാക്സ് ഉണ്ടെങ്കിൽ കറണ്ട് ഇയേഴ്സ് പ്രൊവിഷൻ ഫോർ ടാക്സ്, ഡിവിഡൻഡ് ഉണ്ടെങ്കിൽ കറണ്ട് ഇയേഴ്സ് പ്രൊവിഷൻ ഫോർ ഡിവിഡൻഡ്, അങ്ങനെയുള്ള ഐറ്റംസാണ് നമുക്കിനി വേണ്ടത്. ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എല്ലാ വർക്കിംഗ് കൂടെ അങ്ങ് ഒരുമിച്ച് ചെയ്താൽ മതി. ആദ്യം ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ അതായത് അസറ്റ് അക്കൗണ്ട് എഴുതി. ഓപ്പണിംഗ് ബാലൻസും തന്നിട്ടുണ്ട്. അസറ്റ് ആയതുകൊണ്ട് ഡെബിറ്റ് ബാലൻസ് ബി ഡി നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ആ ബാലൻസ് ഷീറ്റിൽ 2,25,000, ക്ലോസിംഗ് ഡേറ്റിലെ ബാലൻസ് 2,15,000. വേറെ ഡിപ്രിസിയേഷനെ കുറിച്ചൊന്നും പറയുന്നില്ല. വേറെ അക്യുമുലേറ്റ് ഡിപ്രിസിയേഷനും ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പോൾ അവർ വേറൊരു കാര്യം പറയുന്നുണ്ട്, ഈ വർഷം അവർ ലാൻഡോ ബിൽഡിങ്ങോ വിറ്റിട്ടുണ്ടെന്ന് പറയുന്നത്. എത്ര രൂപയെന്നൊന്നും പറയുന്നില്ല, വിറ്റു എന്നേ പറയുന്നുള്ളൂ. സോ ദ ഡിഫറൻസ് റെപ്രസെൻറ്റ്സ് ഉണ്ടോ എന്ന് നോക്കണം. ഡിഫറൻസ് ഉണ്ടല്ലോ. ഡിഫറൻസ് ഏത് സൈഡിലാണ് വരുന്നത്? ക്രെഡിറ്റ് സൈഡിലാണ് വരുന്നത്. അതിൻ്റെ മീനിങ് എന്താ? വിറ്റെന്നാണ്, സെയിൽസ് ആണ്. അപ്പോൾ ബാങ്ക് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയത്. സെല്ലിംഗ് പ്രൈസ് 10,000. ഇതെവിടെ വരത്തുള്ളൂ? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലെ സോഴ്സ് ആണ്. കാരണം റിസീവ്ഡ് അല്ലേ, ക്യാഷ് റിസീവ്ഡ് ആയതുകൊണ്ട് ഇത് സോഴ്സ് ആണ്. അപ്പോൾ ഒരു സോഴ്സ് കിട്ടി. ഫണ്ട് ഫ്രം ഓപ്പറേഷനിലേക്ക് വേണ്ടിയുള്ളതല്ല. ഇനി അടുത്ത പ്ലാന്റും ഇതേപോലെ ചെയ്യുക. ഓപ്പണിംഗ് ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ്, ബി ഡി, സി ഡി. പിന്നീട് എന്ത് പറയുന്നുണ്ട്? ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട് പ്ലാന്റിൻ്റെ ഈ വർഷത്തെ ഡിപ്രിസിയേഷൻ. ഇത് ആക്ച്വലി പ്ലാന്റ് വിത്ത് നെറ്റ് ബുക്ക് വാല്യൂ ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഡിപ്രിസിയേഷൻ 15,000 ക്വസ്റ്റ്യനിൽ തന്നിരിക്കുകയാണ്. എന്നിട്ട് പിന്നെ ടാലി ചെയ്ത് നോക്കുക ഇത് ഈക്വൽ ആവുന്നത്. അപ്പോൾ നോക്കിയപ്പം ഡെബിറ്റ് സൈഡിൽ ഡിഫറൻസ് ഉണ്ട്. ഡെബിറ്റ് സൈഡിൽ ഡിഫറൻസ് വന്നാൽ അതിൻ്റെ മീനിങ് എന്താ? ദർ ഇസ് എ ന്യൂ പർച്ചേസ് ബാങ്ക് എന്ന് പറഞ്ഞ് 39,000. അപ്പോൾ ഇതും എവിടെ വരത്തുള്ളൂ? ദിസ് വിൽ appear in fund flow statement as outflow means application. പിന്നെ ഡിപ്രിസിയേഷൻ ഇത് ഡയറക്റ്റ്ലി തന്നിരിക്കുന്നതാണ്. ഫണ്ട് ഫ്രം ഓപ്പറേഷനിലെ കറണ്ട് ഇയേഴ്സ് ഡിപ്രിസിയേഷൻ ആണ് ഈ 15,000. ഓക്കെ, ഇനി വേറെ ഐറ്റംസ് ഒന്നും ഇനി നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളത് വേണമെങ്കിൽ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കാം. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബാലൻസ് ഷീറ്റിൽ നിന്ന് ബാലൻസ് ബ്രോ ഡൗണും എഴുതി. കാരണം ഷെയർ ക്യാപിറ്റലിന് ക്രെഡിറ്റ് ബാലൻസ് ആണുള്ളത്. അതുകൊണ്ട് ബാലൻസ് ബി ഡി ഇൻ ക്രെഡിറ്റ് സൈഡ്, ബാലൻസ് സി ഡി ഇൻ ഡെബിറ്റ് സൈഡ്. പിന്നീട് ഡിഫറൻസ് വേറെ ഒരു ഇൻഫർമേഷൻ ഉള്ളപ്പോൾ ഡിഫറൻസ് എടുത്ത് നോക്കിയപ്പോൾ എന്ത് വന്ന്? ഇവിടെ ഡിഫറൻസ് വന്ന് 50,000. എന്താണ്? ബാങ്ക് ആയിരിക്കും. ഇഷ്യൂ ഓഫ് ഷെയർസ് ഫോർ ക്യാഷ്. ഇതും എന്താണ്? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലെ സോഴ്സ് ആണ്. സോഴ്സ് ഓഫ് ഫണ്ടാണ്, അതായത് ഇൻഫ്ലോ. ഇനി അടുത്തത് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ഉണ്ടല്ലോ. അത് ഫണ്ട് ഫ്രം ഓപ്പറേഷനിലും വരും. പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ഉണ്ടെങ്കിൽ അത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലും വരും. അതുകൊണ്ട് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ അക്കൗണ്ട് അതിൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത് പ്രൊവിഷൻ ഓൾവേസ് ഹാവ് ക്രെഡിറ്റ് ബാലൻസ് ആൻഡ് ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ. ബാലൻസ് ഷീറ്റിലുണ്ടല്ലോ ഓപ്പണിംഗ് ബാലൻസ് 30,000 തന്നിട്ടുണ്ട്. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് 2017 ഫിഗർ 35,000 തന്നിട്ടുണ്ട്. പിന്നീട് ടാക്സ് പെയ്ഡ് എത്ര എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് കറണ്ട് ഇയേഴ്സ് പ്രൊവിഷൻ ഫോർ ടാക്സ് 30,000. പ്രൊവിഷൻ ഫോർ ടാക്സ് എന്ന് പറയുന്നത് പി ആൻഡ് എൽ എന്ന് പറഞ്ഞ് എഴുതേണ്ടതാണ്. കറണ്ട് ഇയേഴ്സ് പ്രൊവിഷൻ 30,000. ഇതാണ് അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിരിക്കുന്നത്. ടാക്സ് പെയ്ഡ് എന്നല്ല പറയുന്നത്, കറണ്ട് ഇയേഴ്സ് പ്രൊവിഷൻ ഫോർ ടാക്സ് എന്നാണ് പറയുന്നത്. പി ആൻഡ് എൽ എന്ന് പറഞ്ഞ് എഴുതി. ഡിഫറൻസ് വിൽ ബി ക്യാഷ്. അപ്പോൾ ക്യാഷ് എന്ന് പറയുന്നതാണ് നമ്മൾ ഡിഫറൻസ് ആയിട്ട് കണ്ടെത്തിയത്. ഞാനിവിടെ ബോൾഡ് ചെയ്തിട്ടിരിക്കുന്നത് തെറ്റിച്ചാണ്, അങ്ങനെ വന്ന പ്രശ്നമാണ്. ബാലൻസ് ബി ഡി നമ്മൾ തന്നെ റെക്കോർഡ് ചെയ്ത്, സി ഡി നമ്മൾ തന്നെ റെക്കോർഡ് ചെയ്ത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് കറണ്ട് ഇയേഴ്സ് ടാക്സും നമ്മൾ തന്നെ. ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു അഡ്ജസ്റ്റ്മെൻറ്റിൽ. അപ്പോൾ ഡിഫറൻസ് എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചതാണ് ടാക്സ് പെയ്ഡ് ഡ്യൂറിങ് ദി ഇയർ 25,000 റുപ്പീസ്. അപ്പോൾ ഇതിൽ നിന്ന് ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ ആഡ് ചെയ്യാനുള്ള ഒരു ഐറ്റവും കിട്ടി. പിന്നീട് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ അക്കൗണ്ടിൽ നിന്നും ഇത് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ആണ്. പേയ്മെൻറ്റ് മീൻസ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്. അപ്പോൾ അതും കിട്ടി. ഇനി ഒരു ജനറൽ റിസർവ് എന്ന് പറഞ്ഞൊരു ഐറ്റം നിങ്ങളുടെ ക്വസ്റ്റ്യനിലുണ്ടായിരുന്നു. ബാലൻസ് ഷീറ്റിൽ റിസർവ് ഓൾവേസ് ഹാവ് ക്രെഡിറ്റ് ബാലൻസ് ബി ഡി സി ഡി. ബി ഡിയും സി ഡിയും ചെയ്ത് ബാലൻസ് നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ ഡിഫറൻസ് വന്ന് 10,000. ക്രെഡിറ്റ് സൈഡിലാണ് ഡിഫറൻസ് വരുന്നതെങ്കിൽ എന്താണത്? കറണ്ട് ഇയേഴ്സ് പ്രൊവിഷൻ. ജനറൽ റിസർവിലോട്ട് ഈ വർഷം പ്രോഫിറ്റിൽ നിന്ന് മാറ്റിയ ഫിഗറാണ് 10,000. സോ കറണ്ട് ഇയേഴ്സ് റിസർവ് ആണിത്. ഇത് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേഷനിൽ വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിട്ടി. അപ്പോൾ എവിടെയൊക്കെ എന്തൊക്കെ വരുമെന്ന് അറിയാമല്ലോ. പി ആൻഡ് എൽ എന്ന് പറഞ്ഞ എന്തെങ്കിലുമൊക്കെ വന്നാൽ അത് ഫണ്ട് ഫ്രം ഓപ്പറേഷനെ എഫക്റ്റ് ചെയ്യും. പിന്നീട് ക്യാഷ്, ബാങ്ക് എന്നൊക്കെ പറഞ്ഞ് വന്നാൽ അത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് പ്രിപ്പയർ ചെയ്യാം ആദ്യം ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എങ്ങനെയാണ് തുടങ്ങേണ്ടത്? ആദ്യം കറണ്ട് ഇയേഴ്സ് പ്രോഫിറ്റ് കണ്ടെത്തണം. ഡയറക്റ്റ്ലി തന്നിട്ടില്ല, പക്ഷേ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ബാലൻസ് ഷീറ്റിൽ ക്ലോസിംഗ് ബാലൻസും ഉണ്ട്, ഓപ്പണിംഗ് ബാലൻസും ഉണ്ട്. ഇവിടെ ഞാൻ അറിയാതെ ഓപ്പണിംഗ് ബാലൻസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് ക്ലോസിംഗ് ബാലൻസ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് ക്ലോസിംഗ് ബാലൻസ് 31,500. അതൊരു ടൈപ്പിംഗ് എററാണ്. പിന്നീട് ലെസ്
പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓപ്പണിംഗ് ബാലൻസ് 31,500. ക്വസ്റ്റ്യൻ ഒന്ന് എടുത്ത് നോക്കാം എങ്ങനെയാണ് വരുന്നതെന്ന്. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓപ്പണിംഗ് ബാലൻസ് ആണ് 31,000, ക്ലോസിംഗ് ബാലൻസ് ആണ് 31,500. നമ്മൾ അവിടെ ചെയ്യുമ്പോൾ ആദ്യം ക്ലോസിംഗ് ബാലൻസ് ആണ് എഴുതുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് ക്ലോസിംഗ് ബാലൻസ് 31,500 മൈനസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓപ്പണിംഗ് ബാലൻസ് 31,000. കറണ്ട് ഇയേഴ്സ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 500. ഇതാണ് കറണ്ട് ഇയേഴ്സ് പ്രോഫിറ്റ്. ഇതിൽ നിന്നും ഇതിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇതിൽ നിന്ന് എന്ത് ചെയ്യണം, കറണ്ട് ഇയേഴ്സ് പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് നോൺ ഓപ്പറേറ്റിംഗ് ഓർ നോൺ ക്യാഷ് എക്സ്പെൻഡിച്ചേഴ്സ് ആൻഡ് മൈനസ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം. നോൺ ക്യാഷ് എക്സ്പെൻഡിച്ചേഴ്സ് ആദ്യം ഓർമ്മ വരേണ്ടത് ഡിപ്രിസിയേഷനാണ്. ഡിപ്രിസിയേഷൻ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ടായിരുന്നു. എത്ര അന്ന് 15,000. അതിനെ ആഡ് ബാക്ക് ചെയ്യുക. പിന്നീട് കറണ്ട് ഇയേഴ്സ് പ്രൊവിഷൻ, അതായത് P&L എന്നും പറഞ്ഞ് പ്രൊവിഷൻ ഫോർ ടാക്സേഷനിൽ എഴുതിയ ഫിഗർ ഉണ്ടല്ലോ, അതാണ് 30,000. അല്ലാതെ ടാക്സ് പെയ്ഡ് അല്ല ഇവിടെ കാണിക്കേണ്ടത്. ഓക്കെ, പിന്നീട് ട്രാൻസ്ഫർ ടു റിസർവ് ഉണ്ടായിരുന്നു. ട്രാൻസ്ഫർ ടു റിസർവ് നമ്മൾ ഈ വർഷം ട്രാൻസ്ഫർ ചെയ്ത് 10,000 രൂപയെന്ന് കിട്ടിയായിരുന്നു റിസർവ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പം. പിന്നീട് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇവർ ഈ വർഷം ഡിവിഡൻഡ് പേ ചെയ്തു എന്ന്. ഡിവിഡൻഡ് എന്ന് പറയുന്ന ഒരു നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസാണ്, അതുകൊണ്ട് അതും ആഡ് ചെയ്തു. ഈ ക്വസ്റ്റ്യനിൽ വേറെ ഒരു നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും ഇല്ല, പിന്നീട് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകവും ഇല്ല. പിന്നീട് ഇവിടെ ഒരു ലാൻഡ് വിറ്റെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് പക്ഷേ കോസ്റ്റ് പ്രൈസിനാണ് വിറ്റുന്നത്, അതുകൊണ്ട് സോ നോ പ്രോഫിറ്റ് നോ ലോസ്. അപ്പോൾ ഇങ്ങനെയാണ് വന്നത്. ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ അഡ്ജസ്റ്റ് ചെയ്യാൻ. ഫൈനൽ ഫിഗർ 77,500. പ്ലാന്റ് വിറ്റതൊന്നും ഇല്ലായിരുന്നു. പ്ലാന്റിന് പേർച്ചേസാണ് ഉണ്ടായിരുന്നത്. ലാൻഡാണ് വിൽപ്പന നടത്തിയത്, അത് കോസ്റ്റ് പ്രൈസിനാണ് വിറ്റത്. സോ ദർ ഇസ് നോ പ്രോഫിറ്റ് ഓർ ലോസ്. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കിട്ടി. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലെ ഒരു സോഴ്സാണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. നേരെ മറിച്ച് ഫണ്ട് ലോസ്റ്റ് ആയിരുന്നെങ്കിൽ അതൊരു ആപ്ലിക്കേഷൻ ആയാണ്. പിന്നെ അടുത്ത് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സോഴ്സസ് ആൻഡ് ആപ്ലിക്കേഷൻ, ഇത് നമ്മുടെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പോവാം. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, one column for source and the other column for application. അപ്പോൾ സോഴ്സ് നമുക്ക് എവിടെ നിന്നൊക്കെ ഫണ്ട് വന്നു എന്നാണ് എഴുതേണ്ടത്. ഏതൊക്കെയുണ്ട്? മെഷീനറി അക്കൗണ്ട് നോക്കുമ്പോൾ മനസ്സിലാവും. സെയിൽ ഓഫ് മെഷീനറി ഉണ്ട്. സെയിൽ ഓഫ് മെഷീനറിയിൽ നിന്ന് 10,000 രൂപ കിട്ടി. പിന്നീട് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തില്ലായിരുന്നോ? ഓക്കെ, സെയിൽ ഓഫ് പ്ലാന്റ്, സെയിൽ ഓഫ് പ്ലാന്റ് അല്ല, സെയിൽ ഓഫ് ലാൻഡ് ആണ്, സോറി, സെയിൽ ഓഫ് ലാൻഡ് ചെയ്തപ്പോഴാണ്, സെയിൽ ഓഫ് ലാൻഡാണ് 10,000 രൂപ. ലാൻഡ് വിറ്റപ്പോൾ 10,000 രൂപ. പ്ലാന്റ് പർച്ചേസ് ചെയ്തതാണ്, അത് 39,000 രൂപ. പിന്നീട് ഷെയർ ക്യാപിറ്റൽ നോക്കേ, ബാങ്ക് എന്ന് പറഞ്ഞല്ലേ, ഇഷ്യൂ ഓഫ് ഷെയർസ് 50,000 രൂപ. പിന്നീട് ടാക്സ് പെയ്ഡ് 25,000 റുപ്പീസ്, അതും വരും. പിന്നീട് ടാക്സ് പെയ്ഡ് കഴിഞ്ഞിട്ട് പിന്നീട് ജനറൽ റിസർവിൽ നിന്നൊന്നുമില്ല. പിന്നീട് ഒരെണ്ണം കൂടെ ഡിവിഡൻഡ് പെയ്ഡ് ഉണ്ട്, അത് നിങ്ങളുടെ അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിരിക്കുന്നതാണ്. അതിന് അക്കൗണ്ടൊന്നും നമ്മൾ പ്രിപ്പയർ ചെയ്തില്ല, അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. കാരണം ഓപ്പണിംഗ് പ്രൊവിഷൻ ഫോർ ഡിവിഡൻറ്റും ക്ലോസിംഗ് പ്രൊവിഷൻ ഫോർ ഡിവിഡൻറ്റും ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അതിന് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാതിരുന്നത്. അങ്ങനെ സോഴ്സസ് ഏതൊക്കെയാണ്? സെയിൽ ഓഫ്, ഇവിടെ മെഷീനറി എന്നറിയാതെ ഇതാണ്, ഇത് സെയിൽ ഓഫ് ലാൻഡ് ആണ്. സെയിൽ ഓഫ് ലാൻഡ് 10,000. പിന്നീട് ഇഷ്യൂ ഓഫ് ഷെയർസ് 50,000, അത് നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് കിട്ടിയതാണ്. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് 77,500. ഇത്രയൊക്കെ ഉള്ളൂ സോഴ്സ്. നമുക്ക് തന്നിരുന്ന ക്വസ്റ്റ്യനിൽ നിന്ന് ഇത്രയൊക്കെ സോഴ്സേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ സോഴ്സസ് ഒന്നുമില്ല. ഇനി അടുത്ത ആപ്ലിക്കേഷൻ നോക്കിയപ്പോൾ പർച്ചേസ് ഓഫ് പ്ലാന്റ്, ഒരു പ്ലാന്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്ലാന്റ് അക്കൗണ്ടിൽ നോക്കുമ്പോൾ മനസ്സിലാവും. പിന്നീട് നമ്മുടെ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ചെയ്യുന്ന നമുക്ക് നെറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലാണ് കിട്ടിയത്. പിന്നീട് നിങ്ങളുടെ അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദർ ഇസ് എ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻറ്റ്. പേയ്മെൻറ്റ് ആയതുകൊണ്ട് ആപ്ലിക്കേഷൻ, അത് രണ്ടിടത്തും വരും. ഫണ്ട് ഫ്രം ഓപ്പറേഷനിലും വന്ന് പിന്നീട് എവിടെയും വന്ന് ആപ്ലിക്കേഷനായിട്ടും വന്ന്, കാരണം കറണ്ട് ഇയറിൽ കൊടുത്ത ഡിവിഡൻ്റ് അല്ലേ, അതുകൊണ്ടാണ്. പിന്നീട് പ്രൊവിഷൻ ഫോർ ഡിവിഡൻറ്റും ഇല്ല. നെക്സ്റ്റ് ടാക്സ് പെയ്ഡ് എന്ന് പറഞ്ഞ്, ഇത് പ്രൊവിഷൻ ഫോർ ടാക്സ് ഫിഗർ അല്ല എഴുതുന്നത്, ടാക്സ് പെയ്ഡ് ഫിഗറാണ് എഴുതുന്നത് 25,000. ഡിവിഡൻറ്റ് രണ്ട് സെയിം ആയിരുന്നു, അതുകൊണ്ടാണ് ഈ സെയിം ഫിഗർ തന്നെ ഫണ്ട് ഫ്രം ഓപ്പറേഷനിലും വന്നു, പിന്നീട് എവിടെയും വന്നു, ആപ്ലിക്കേഷനിലും വന്നു. ഇത്രയേ ഉള്ളൂ, രണ്ട് സൈഡും ടോട്ടൽ ചെയ്യുമ്പോൾ ഈക്വലായി. സോ സോഴ്സസ് ആൻഡ് ആപ്ലിക്കേഷൻ. അപ്പോൾ ഇതാണ് പ്രിപ്പറേഷൻ ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്തത് ആദ്യം ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്തു. അതിൽ നമ്മൾക്ക് ഒരു വർക്കിങ്ങും വേണ്ട, കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റിയും മാത്രം വെച്ചുകൊണ്ടാണ് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ചെയ്തത്. അവിടെ പക്ഷേ ഓപ്പണിംഗ് ഡേറ്റിൽ നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ ആയിരുന്നു. അപ്പോൾ അതിൽ നിന്നും ക്ലോസിംഗ് ആയപ്പോഴത്തേക്കും പോസിറ്റീവായെന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താ, വർക്കിംഗ് ക്യാപിറ്റൽ അത്രമാത്രം ഇൻക്രീസ് ചെയ്തു എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ എത്ര ഇൻക്രീസ് ചെയ്തെന്ന് പറഞ്ഞപ്പം 34,000 കൂടെ ആ ക്ലോസിംഗ് കൂട്ടിയപ്പോൾ 51 സംതിങ് ആണ് കിട്ടിയത്. കൂട്ടിയാണ് ചെയ്യേണ്ടത്.
അത് ശരിയാണോ എന്നറിയാൻ വേണ്ടി ഇൻക്രീസ് ഡിക്രീസ് കോളം അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ചെയ്ത് കറക്റ്റാണോ എന്ന്. പിന്നീട് അടുത്ത സ്റ്റെപ്പ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ആയിരുന്നു. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ഡയറക്റ്റ്ലി ചെയ്യുന്നതിന് മുന്നേ വേണ്ടുന്ന വർക്കിങ്സ് എല്ലാം ചെയ്ത് ഓരോ മിസ്സിങ് ഇൻഫർമേഷനെ കണ്ടെത്തണം. അതായത് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ചെയ്യാനുള്ള വർക്കിങ്സും ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ കിട്ടാനുള്ള വർക്കിങ്സും എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്താൽ മതി. അത് ചെയ്തതിന് ശേഷം നമുക്ക് ഫണ്ട് ഫ്രം ഓപ്പറേഷനും ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും കംപ്ലീറ്റ് ചെയ്യാം. ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ മെയിൻലി വേണ്ടത് ഡിപ്രിസിയേഷൻ, പിന്നീട് പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ്, പിന്നീട് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, ഡിവിഡൻഡ് ഉണ്ടെങ്കിൽ അതുപോലുള്ള വർക്കിംഗ് ആണ് ഫണ്ട് ഫ്രം ഓപ്പറേഷന് വേണ്ടത്. അതിനുശേഷം ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിന് വേണ്ടത് ഇപ്പം ഇഫ് ദർ ഇസ് എനി യു നീഡ് ടു ചെക്ക് വെദർ ദർ ഇസ് എനി ന്യൂ പർച്ചേസ് ഓഫ് ഫിക്സ്ഡ് അസറ്റ് ഓർ വെദർ ദർ ഇസ് എനി സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ്, ദെൻ വെദർ ദർ ഇസ് എനി ഇഷ്യൂ ഓഫ് ഷെയർസ്, റിഡംഷൻ ഓഫ് ഷെയർസ്, ഇഷ്യൂ ഓഫ് ഡിബെഞ്ചർ, റിഡംഷൻ ഓഫ് ഡിബെഞ്ചർ, റീപേയ്മെൻറ്റ് ഓഫ് ലോൺ ടേക്കൺ, അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇത് ബാലൻസ് ഷീറ്റിൽ നിന്ന് ഓരോ അക്കൗണ്ടും എടുത്ത് പ്രിപ്പയർ ചെയ്യുക. അതിൻ്റെ കൂടെ അഡ്ജസ്റ്റ്മെൻറ്റിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി പ്രോബ്ലംസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പം നമുക്ക് കുറച്ച് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് വരേണ്ടതെന്ന്. ചിലപ്പോൾ നമുക്ക് അക്കൗണ്ട്സ് ഒന്നും പ്രിപ്പയർ ചെയ്യാതെ തന്നെ നമുക്ക് ഫിഗേഴ്സ് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു.